ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകം ഇതാണ്: പശ്യേതാം പാണ്ഡുപുത്രാണമാചാര്യ മഹതീം ചമോം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. അർത്ഥമിതാണ്: ആചാര്യ, പാണ്ഡവന്മാരുടെ ഈ വലിയ സൈന്യത്തെ നോക്കൂ. അതിബുദ്ധിമാനായ അങ്ങയുടെ ശിഷ്യൻ ദ്രുപദനന്ദനൻ വളരെ വിദഗ്ധമായി അതിനെ വ്യൂഹങ്ങളായി അണിനിരത്തിയിരിക്കുന്നു. ഈ ശ്ലോകത്തിൽ ദുര്യോധനൻ തന്റെ ആചാര്യനായ ദ്രോണരോട് യുദ്ധഭൂമിയിലെ പാണ്ഡവസേനയുടെ വിന്യാസത്തെക്കുറിച്ച് അല്പം ആശങ്കയോടെയും അവരെ എത്രമാത്രം ബലവത്തായാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ദുര്യോധനൻ പാണ്ഡവസേനയുടെ വ്യൂഹരചനയെക്കുറിച്ച് ദ്രോണാചാര്യരോട് പറയുന്നുണ്ട്. ശ്ലോകമിതാണ്: പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ഇതിന്റെ അർത്ഥമിതാണ്: ഓ ആചാര്യരെ, പാണ്ഡുപുത്രന്മാരുടെ ഈ വലിയ സൈന്യത്തെ നോക്കുക. ഇത് അങ്ങയുടെ ബുദ്ധിമാനായ ശിഷ്യനായ ദ്രുപദപുത്രനാൽ വ്യൂഹരചനം ചെയ്യപ്പെട്ടതാണ്. ഈ ശ്ലോകത്തിലൂടെ പാണ്ഡവരുടെയും അവരുടെ തയ്യാറെടുപ്പുകളുടെയും കാഠിന്യം ദുര്യോധനൻ ദ്രോണരെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ശ്ലോകത്തിനു ശേഷം ദുര്യോധനൻ പാണ്ഡവസേനയിലുള്ള പ്രധാനപ്പെട്ട പോരാളികളെ ഓരോരുത്തരായി എടുത്തു പറയുന്നുണ്ട്. ഭീമസേനനെയും അർജുനനെയും പോലുള്ള അതികായന്മാരായ വീരന്മാരെക്കുറിച്ചാണ് അയാൾ വിവരിക്കുന്നത്. ഇവർ വലിയ വില്ലാളികളും യുദ്ധകലയിൽ പ്രഗത്ഭരുമാണെന്ന് ദുര്യോധനൻ ദ്രോണാചാര്യരോട് വ്യക്തമാക്കുന്നു. ഈ വിവരണത്തിലൂടെ താൻ നേരിടാൻ പോകുന്ന വെല്ലുവിളിയുടെ വ്യാപ്തിയും ഭീകരതയും ശത്രുപക്ഷത്തുള്ള കരുത്തുറ്റ യോദ്ധാക്കളെയും അയാൾ ദ്രോണർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ദ്രോണർക്ക് പാണ്ഡവരെയും അവരുടെ ശക്തിയെയും നന്നായി അറിയാമെന്നിരിക്കെ ദുര്യോധനൻ അവരെക്കുറിച്ച് വീണ്ടും വിവരിക്കുന്നത് ഒരുതരം മാനസിക തന്ത്രമാണ്. ദുര്യോധനനുള്ളിലെ ഭയവും ആശങ്കയുമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. പാണ്ഡവസേനയുടെ തയ്യാറെടുപ്പുകൾ കണ്ട് അയാൾക്ക് അസ്വസ്ഥത തോന്നി. അത് ദ്രോണരെ അറിയിക്കുക വഴി ഗുരുവിലുള്ള തന്റെ വിശ്വാസക്കുറവും യുദ്ധത്തിന്റെ ഗൌരവവും അയാൾ വ്യക്തമാക്കുകയാണ്. കൂടാതെ പാണ്ഡവപക്ഷത്തുള്ള അത്യന്തം കരുത്തരായ യോദ്ധാക്കളെ ചൂണ്ടിക്കാണിച്ച് ദ്രോണർക്ക് പാണ്ഡവരോടുള്ള കടമകളെക്കുറിച്ചും ഒരു ഒളിക്കണ്ണ് ഓർമ്മപ്പെടുത്താനും അയാൾ ശ്രമിക്കുന്നുണ്ടാവാം. ഇത് യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി അയാൾ നടത്തുന്ന ഒരു സൈക്കോളജിക്കൽ ഗെയിമായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഒരു യുദ്ധത്തിൽ സ്വന്തം സൈന്യത്തിന്റെ ബലത്തിനും തയ്യാറെടുപ്പുകൾക്കുമാണ് മുൻഗണന നൽകേണ്ടത്. മറ്റുള്ളവരെക്കുറിച്ച് വ്യാകുലപ്പെടുന്നതിനേക്കാൾ സ്വന്തം കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തന്നെയാണ് വിജയത്തിന് ഏറ്റവും പ്രധാനം. ദുര്യോധനന്റെ കാര്യത്തിൽ അസൂയയും ഭയവും കാരണം അയാൾക്ക് സ്വന്തം സൈന്യത്തിന്റെ ശക്തിയിൽ വേണ്ടത്ര ഉറപ്പില്ലായിരുന്നു എന്നതാണ് വാസ്തവം. പാണ്ഡവർക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ ആസക്തിയും വിദ്വേഷവും തന്നെയാണ് ശത്രുപക്ഷത്തെക്കുറിച്ച് അമിതമായി ആലോചിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഇതൊരു വലിയ പരാജയത്തിന് കാരണമാവുകയും ചെയ്തു. പാണ്ഡവരുടെ പക്ഷത്ത് ശ്രീകൃഷ്ണന്റെ സാന്നിധ്യം ദുര്യോധനന്റെ മനസ്സിനെ വളരെയധികം അലട്ടിയിരുന്നു എന്നത് തീർച്ചയാണ്. ശ്രീകൃഷ്ണന്റെ ദിവ്യമായ ശക്തിയെയും ബുദ്ധിസാമർഥ്യത്തെയും ദുര്യോധനൻ ഭയപ്പെട്ടിരുന്നു. യുദ്ധതന്ത്രങ്ങളിൽ ശ്രീകൃഷ്ണൻ വഹിക്കുന്ന പങ്കും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും പാണ്ഡവർക്ക് വലിയ മുൻതൂക്കം നൽകുമെന്നും അയാൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടുതന്നെ ശ്രീകൃഷ്ണനെ എങ്ങനെ നേരിടണമെന്നത് ദുര്യോധനന്റെയും മറ്റു കൌരവരുടെയും പ്രധാന ചിന്താവിഷയങ്ങളിലൊന്നായിരുന്നു. ശ്രീകൃഷ്ണന്റെ സാന്നിധ്യം യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. തന്റെ അഹങ്കാരവും അധികാരമോഹവും സ്വന്തം കുടുംബത്തിലെ തെറ്റായ തീരുമാനങ്ങളും മറച്ചുവെക്കാൻ അയാൾ നിരന്തരം പാണ്ഡവരുടെ മേൽ കുറ്റം ആരോപിക്കുകയും അവരെ ദ്രോഹിക്കുകയും ചെയ്തു. സ്വയം പ്രതിഫലനം നടത്താനോ സ്വന്തം തെറ്റുകൾ തിരുത്താനോ അയാൾ തയ്യാറായില്ല. പകരം മറ്റുള്ളവരെ കരുവാരി തേച്ച് തന്റെ സ്ഥാനം ഉറപ്പിക്കാനാണ് അയാൾ ശ്രമിച്ചത്. ഇതൊരു വലിയ പരാജയത്തിന് കാരണമാവുകയും ചെയ്തു. ഭഗവത്ഗീത ഇത്തരത്തിലുള്ള അഹങ്കാരവും വിദ്വേഷവും ഇല്ലാതാക്കാൻ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പ്രധാനമായും നിഷ്കാമകർമ്മം, അതായത് ഫലപ്രതീക്ഷയില്ലാതെ കർമ്മങ്ങൾ ചെയ്യാനും ഈശ്വരനിൽ സമർപ്പിക്കാനും ഗീത ഉപദേശിക്കുന്നു. കൂടാതെ എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനെ കാണാനും അഹംഭാവം വെടിഞ്ഞ് സർവ്വഭൂതഹിതത്തിൽ തത്പരരാകാനും നിർദ്ദേശിക്കുന്നുണ്ട്. നിഷ്കാമകർമ്മം എന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലത്തെക്കുറിച്ച് അധികം വ്യാകുലപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പകരം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്യുക എന്നതിലായിരിക്കണം ശ്രദ്ധ. എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനെ കാണുക എന്നതിനർത്ഥം നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെയും ബഹുമാനിക്കുകയും അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുക എന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്നാലോചിച്ചാൽ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി നമുക്കിതാരംഭിക്കാം. ഈ 3-ാമത്തെ ശ്ലോകത്തിലേക്ക് കൂട്ടിച്ചേർക്കലായി ആ സമയത്തെ കുരുക്ഷേത്ര ഭൂമിയിലെ അവസ്ഥയെക്കുറിച്ച് പറയാനാകും. ഇരുപക്ഷത്തെയും സൈന്യങ്ങൾ യുദ്ധത്തിന് സജ്ജരായി അണിനിരന്നപ്പോൾ യുദ്ധഭൂമിയിൽ വലിയൊരു അന്തരീക്ഷമുണ്ടായിരുന്നു. ശംഖനാദങ്ങളും ഭേരികളും ഉയർന്ന് യുദ്ധത്തിന്റെ ഭീകരതയും വീരത്വവുമെല്ലാം പ്രകടമാക്കുന്ന അവസ്ഥ. ദുര്യോധനൻ ഈ സമയത്താണ് പാണ്ഡവരുടെ സൈന്യത്തെ നോക്കിക്കാണുന്നതും അവരുടെ വ്യൂഹരചനയെക്കുറിച്ച് ദ്രോണരോട് പറയുന്നതും. ഇത് സൈന്യങ്ങളുടെ ശക്തിയും ബലഹീനതകളും വിലയിരുത്തുന്നതിന് തന്ത്രപരമായ പ്രാധാന്യവുമുള്ള ഒന്നായിരുന്നു.